യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിരാശ നിറഞ്ഞ ജീവിതം മതിയാക്കി സ്നേഹത്തിന്റെ പാനപാത്രം നിങ്ങൾക്ക് നേരെ ഈ വ്യക്തി നീട്ടുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് മുഴുവനുമായിട്ട് ഒരു വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോസ്, നമ്മളെല്ലാം ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ വീഡിയോ തന്നെയാണ്. ഒരുപാട് എനർജീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഒരു എനർജിയിലേക്ക് പോകാം. ഇതൊരു ഓവറോൾ എനർജി ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം നമുക്ക് ഈ ഒരു പോർഷൻ കവർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇതിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഈ വ്യക്തിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എനർജി എന്താണ് എന്നാണ് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത്. കറേജ് ആണ്. അപ്പൊ കറേജ് എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ എനർജിയെ സൂചിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു ധൈര്യശാലിയായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ധൈര്യശാലിയായിട്ട് മുന്നേറാം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ധൈര്യശാലിയായിട്ട് മുന്നേറാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ധൈര്യപൂർവമായിട്ടുള്ള മനസ്സ് ആക്കി മാറ്റുക, ധൈര്യപൂർവമായി മുന്നേറുക, ഈ ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളിൽ നിന്നും ഓടി ഒളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, പ്രശ്നങ്ങളിൽ നിന്നും ഓടി ഒളിക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ പേഴ്സണെ, അതായത് ഈ പേഴ്സണെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവാണ് പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുക എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടുക, അതായത് നേരിടുകയാണല്ലോ വേണ്ടത്. അതിനെ നേരിടാതെ അതിന്റെ മുന്നിൽ നിന്നും ഒളിച്ചോടിപ്പോകുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ധൈര്യമാണ്. അപ്പൊ ധൈര്യമില്ലാത്ത വ്യക്തി ഈ വക കാര്യങ്ങൾക്കൊന്നും പോകരുത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളായിട്ട് പ്രണയിക്കാനും ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ ഈ പേഴ്സൺ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ പറ്റാതെ ഈ വ്യക്തി വളരെയധികം എന്താ പറയാ പുറകിലേക്ക് വലിയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ പോലും ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാകാം, നീ ആദ്യം എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ പ്രാവർത്തികമാക്കിയില്ലല്ലോ, അല്ലെങ്കിൽ നീ അതൊന്നും ചെയ്തില്ലല്ലോ, പകരം പ്രശ്നങ്ങൾ വന്നപ്പോൾ നീ എന്നെ ഒറ്റക്കാക്കിയിട്ട് നീ ദൂരേക്ക് അകന്നു പോവുകയല്ലേ ചെയ്തത് എന്ന് നിങ്ങൾ ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അത്തരം എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, വിശദമായിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ ചിന്തകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തൻ്റെ ഇടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലാരിറ്റിയാണ്, അതായത് വ്യക്തതയില്ലായ്മയും ഒരു പരിധിവരെ വില്ലനായിട്ട് വരും. ഒരു വില്ലൻ കഥാപാത്രമാണ് വ്യക്തതയില്ലായ്മ എന്ന് പറയുന്നത്. അതിപ്പോ പ്രണയത്തിന്റെ കാര്യത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ മാത്രമല്ല, മറ്റേത് മേഖലകളിലും എടുത്തു നോക്കുകയാണെങ്കിലും വ്യക്തതയില്ലായ്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇവിടെ ക്ലാരിറ്റി കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ പല വിധത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്ലാരിറ്റി കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സണെ വളരെയധികം കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളെയും വേറെ ഓപ്ഷൻസ് ആയിട്ട് വേറെ ആൾക്കാരും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ വ്യക്തിക്ക് ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, നിങ്ങളെ തന്നെ വേണോ അല്ലെങ്കിൽ വേറെ വഴിയിലേക്ക് പോകണോ, അല്ലെങ്കിൽ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പേഴ്സൺ വളരെയധികം
വളരെയധികം തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ കൊണ്ടുവരണോ എന്നിങ്ങനെയുള്ള വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൂടെ ഒരു ക്ലാരിറ്റി ആണ് ഇവിടെ വേണ്ടതെന്നും ഒരു ക്ലാരിറ്റി, അതായത് വ്യക്തത, അതിലൂടെ മാത്രമേ വിജയം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ പവർ ഓവർ ഡിഫിക്കൽട്ടി ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ജീവിതത്തിന്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള ജീവിതമാണ്. ചില വ്യക്തികൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മറ്റു ചില വ്യക്തികൾക്ക് പകുതി സങ്കടം പകുതി സന്തോഷം, ചില വ്യക്തികൾക്ക് ദുഃഖങ്ങൾ മാത്രം. പക്ഷെ ഈ പേഴ്സന്റെ ഒരു എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പവർ ഓവർ ഡിഫിക്കൽട്ടി ആണ്. അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ വന്നിട്ടുള്ളത് ആ ബുദ്ധിമുട്ടുകളെ എല്ലാം, അതായത് ചിലപ്പോൾ ആ ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ പേഴ്സൺ വിചാരിക്കും അതിലൂടെ ഈ പേഴ്സൺ തീർന്നു, ഈ പേഴ്സൺ ഇല്ലാണ്ടായി, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ജീവിതം അതോടുകൂടി കഴിഞ്ഞു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആ ബുദ്ധിമുട്ടുകളിലൂടെ ഈ വ്യക്തി യഥാർത്ഥ പവറിലേക്ക്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ യഥാർത്ഥ സോൾ പവറിലേക്ക് ചെന്നെത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഈ വ്യക്തിക്കാണെങ്കിലും ഒരു പക്ഷേ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ ജീവിതം വഴിമുട്ടി നിന്നു പോകുന്ന സാഹചര്യം വരെ നിന്നിട്ടുണ്ടാകാം. പക്ഷെ അവിടെയെല്ലാം നിങ്ങൾക്കതിനെ മറികടക്കുവാനും അതിലൂടെ നിങ്ങളുടെ ഒരു പുതിയ വെർഷൻ കൊണ്ടുവരാനായിട്ട്, നിങ്ങളൊരു പുതിയ മനുഷ്യനായി പുതിയ ധൈര്യത്തോടു കൂടി, ഇപ്പൊ പണ്ടൊക്കെ ഈ പേഴ്സൺ ആയാലും നിങ്ങളായാലും വളരെയധികം പേടിയായിരിക്കാം, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പേടിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് പേടി നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല, പേടി എന്താണെന്ന് പോലും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല, അനാവശ്യമായിട്ട് കരയുന്നില്ല. കാരണം ഓരോ ഡിഫിക്കൽട്ടിയിലൂടെയും അവിടെ പവറാണ് നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 6 ഓഫ് സോർട്സ് ആണ് കാണിക്കുന്നത്. കാരണം ദ എൻഡ് ഓഫ് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ആണ്. തിങ്സ് ആർ ലുക്കിംഗ് ഔട്ട്. അതായത് ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഇപ്പൊ നിങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ പോലും നിങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട്, അതായത് നിങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് മുന്നേറാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. ഈ പേഴ്സൺ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്രഷൻ, ഒറ്റപ്പെടൽ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് മുക്തി നേടണം. അതിൽ നിന്നും ഈ പേഴ്സണ് വിജയം കണ്ടെത്തണം. അതായത് ഈ വ്യക്തിക്ക് മതിയായിട്ടുണ്ട് ഒറ്റപ്പെട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയുള്ള ജീവിതം, അല്ലെങ്കിൽ ഈ പേഴ്സൺ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവരോട് ഈ പേഴ്സണെ കുറിച്ച് ചർച്ച ചെയ്യുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചും പറഞ്ഞും ഒറ്റയ്ക്ക് ജീവിച്ചും ഒക്കെ ഈ പേഴ്സണ് മതിയായിരിക്കുകയാണ്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തരത്തിലും ഇനി ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. അത് മാത്രമല്ല, നിങ്ങളുമായിട്ട് ഇനിയിപ്പോൾ ഒരു റിയൂണിയൻ സംഭവിക്കണം എന്നാണ് ഈ പേഴ്സന്റെ ആഗ്രഹം. ആ ഒരു റിയൂണിയൻ സംഭവിച്ചാൽ തന്നെ അത് വളരെയധികം സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ, ഇപ്പൊ കല്യാണം കഴിക്കാൻ ഒരുപാട് ആൾക്കാർ എതിർപ്പ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയിട്ട് ഫാമിലിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ വളരെയധികം അകന്ന് ജീവിക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ ഈ വ്യക്തി വിദേശത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ പറയാണ്, ഇപ്പോൾ നിങ്ങളെ സ്വന്തമാക്കുകയാണെങ്കിൽ നിങ്ങളായിട്ട് വിദേശത്ത് പോയി സെറ്റിൽഡ് ആയിട്ട് ജീവിക്കാം. അതായത് മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ മറ്റുള്ളവരുടെ ആ ഒരു അനുഗ്രഹമോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ നോക്കുന്നില്ല, ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയാ, അതുപോലെ തന്നെ ഈ ഒരു ഡിപ്രഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്നുമൊക്കെ അതൊക്കെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നും അതിൽ നിന്നും പുറത്തേക്ക് ഈ വ്യക്തിക്ക് വരണമെന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, മറ്റു പലവരുടെയും ശല്യങ്ങൾ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റണമെങ്കിലും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളുമായിട്ട് ദൂരേക്ക് എവിടെയെങ്കിലും പോയി താമസിക്കണം എന്നുള്ളൊരു രീതിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇനിയെങ്കിലും ഈ ഒരു കണക്ഷൻ മര്യാദക്ക് കൊണ്ടുപോകണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ അൺവേർത്തിയാണ്. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം എന്നാണ്. എന്തുകൊണ്ടും ഈ പേഴ്സണേക്കാൾ കൂടുതൽ നല്ലൊരു വ്യക്തി, നല്ലൊരു പുരുഷൻ അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീ എന്ന് പറയുന്നത്
നിങ്ങൾ തന്നെയാണ് എന്ന് പറയാനാണ് ഈ പേഴ്സൺ ഇഷ്ടം. കാരണം എന്താന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കുത്തി നോവിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഈ പേഴ്സണെ തോൽപ്പിക്കുവാനോ വേദനിപ്പിക്കുവാനോ ഒന്നും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ നല്ലൊരു മനുഷ്യൻ എന്നുള്ളൊരു ഉപരി ഈ വ്യക്തി എപ്പോഴും റോൾ മോഡൽ ആക്കി വെക്കുന്നത് നിങ്ങളെ തന്നെയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിലാണ് ഈ പേഴ്സൺ അത്രയും അങ്ങോട്ട് കടപ്പാട് പറയുന്നത്, കടപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഈ പേഴ്സൺ എപ്പോഴും. നമ്മൾ കടപ്പാടെന്ന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഈ പേഴ്സൺ പറയുന്നുണ്ട്. അതായത് ഈ വ്യക്തി വിശ്വസിക്കുന്ന ദൈവങ്ങൾ, വിശ്വസിക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തി, അല്ലെങ്കിൽ എന്ത് വിശ്വാസം ആയിക്കോട്ടെ, ചിലപ്പോൾ ഒന്നിലും വിശ്വാസം ഇല്ലായിരിക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ വ്യക്തി വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. കാരണം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിനോട്. എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഈ വ്യക്തി എപ്പോഴും പറയുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് കിട്ടിയതിന് നന്ദി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ഒരുപാട് കാര്യങ്ങളിൽ രക്ഷിച്ചിട്ടുണ്ടാകാം. അതായത് അത് എന്താണെന്നറിയില്ല, ഏതൊക്കെയോ രീതിയിൽ ഈ പേഴ്സണെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ രക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു കടപ്പാടും നന്ദിയും ഈ വ്യക്തിക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഡെസ്പെറൻസ് എന്നാണ് കാണിക്കുന്നത്. നിരാശ തന്നെയാണ്. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് വെരി പെയിൻഫുൾ, അങ്ങനെ തന്നെയാണ് ഈ പേഴ്സണ് പറയാൻ പറ്റുന്നത്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ നിരാശയാണെങ്കിലും ഒറ്റപ്പെടലാണെങ്കിലും ഇതൊക്കെ ഈ വ്യക്തി അനുദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിരാശ എന്ന് പറയുന്ന സാധനം ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെയുണ്ട്. ആ ഒരു നിരാശയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ തന്നെയാണ് അന്നും ഇന്നും ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ നേച്ചർ ആണ്. അപ്പൊ നേച്ചർ എന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ ഒരു പുഷ്പത്തെ നമ്മൾ പരിപാലിക്കുന്നത് പോലെ വളരെ മനോഹരമായിട്ട് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയൊക്കെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് ഈ പേഴ്സൺ നിലകൊള്ളുന്നത്. എന്തായാലും അവനവന്റെ കയ്യിൽ കിട്ടുന്ന ഒരു കാര്യം അവനവൻ തന്നെ സംരക്ഷിച്ചേ മതിയാകൂ എന്നുള്ളൊരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവനവന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ അവനവന് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് വളരെ മനോഹരമായി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. നന്ദിയോടെ ദൈവത്തിനോടും പ്രപഞ്ച ശക്തിയോടും ഒക്കെ വളരെ നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബ്രൗൺ ഐസ് ആണ്. 5 മന്ത് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ പി, ട്രാവൽ, ഇമ്മച്ചുവേർഡ്, ഫിയർ, കാർത്തിക നാള്, ബാങ്കിങ് ഫീൽഡ്, ടീച്ചർ, 11 ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ പറ്റുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം. പറ്റുമെങ്കിൽ നിങ്ങളത് ബൈ ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.